ബിസിനസ്സിൽ ഹാർഡ് വർക്ക് ചെയ്തതിനാൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? റോങ് ആണ്. നിങ്ങൾ ഇറീപ്ലേസബിൾ ആയാൽ മാത്രമേ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരു 1000 ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ അതിൽ റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ചിപ്പ് മേക്കേഴ്സ് ഉണ്ടാവും, ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ഉണ്ടാവും, സോഫ്റ്റ്വെയർ കമ്പനീസ് ഉണ്ടാവും, സെല്ലേഴ്സ് ഉണ്ടാവും, ആൻഡ് ലോജിസ്റ്റിക്സ് ഉണ്ടാവും. സോ എല്ലാവരും ഈ 1000 ഷെയർ ചെയ്യാൻ വേണ്ടി ഫൈറ്റ് ചെയ്യും. ബട്ട് എല്ലാവർക്കും ഇത് ഈക്വൽ ആയിട്ട് കിട്ടുമോ? ഒരിക്കലും ഇല്ല. എന്തുകൊണ്ടാണ് ആപ്പിളിന് 50% മാർജിൻ കിട്ടുന്നത്? LG പോലുള്ള കമ്പനി എന്തുകൊണ്ടാണ് മൊബൈൽ ഇൻഡസ്ട്രീനെ നിർത്തിയത്? സിമ്പിൾ ആണ്. റീപ്ലേസബിൾ വേഴ്സസ് ഇറീപ്ലേസബിൾ. പ്രൊസസർ സപ്ലൈ ചെയ്യുന്ന ആകെ 2 പ്ലേയേഴ്സ് ഉള്ളൂ, എൻവിഡിയ ആൻഡ് ഇന്റൽ. അവർക്ക് പാറ്റന്റഡ് ആയിട്ടുള്ള IP ഉണ്ട്, വേറെ ആൾട്ടർനേറ്റീവ്സ് ഒന്നും നിലവിലില്ല. അസംബ്ലേഴ്സിന്റെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിലോ കുറേ ഓപ്ഷൻസ് ഉണ്ട്. സെയിം സാധനം തന്നെയാണ് മീഡിയയിലും. ഇന്ന് ഫേസ്ബുക്കിലും എക്സിലും മാത്രമാണ് ആളുകളെല്ലാം പോയി പോസ്റ്റ് ചെയ്യുന്നത്. സോ പവർ ഇവിടെ ഷിഫ്റ്റായി. റൂള് സിമ്പിളാണ്. നിങ്ങൾ ഈസിലി റീപ്ലേസബിൾ ആണെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് സ്ക്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ആൻഡ് നിങ്ങൾ റീപ്ലേസബിൾ അല്ലെങ്കിൽ നിങ്ങൾ ടേംസ് സെറ്റ് ചെയ്യും. സോ നിങ്ങൾ ഒരു പ്രൊഡക്റ്റിന്റെ വാല്യൂ ചെയിനിലെ കമ്മ്യൂണിറ്റി ആണോ അല്ലെങ്കിൽ കമാൻഡ് പൊസിഷനിലാണോ? പ്രോഫിറ്റ് എപ്പോഴും ഇറീപ്ലേസബിൾ ആയിട്ടുള്ള ആളുകളിലേക്ക് മാത്രമേ പോകുള്ളൂ.